നമസ്കാരം. ജൂൺ 2 വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. ഒക്ടോബർ 31 വരെ കർക്കിടകൻ രാശിയിലാണ് വ്യാഴം ഉണ്ടാവുക. വ്യാഴത്തിന്റെ ഈ രാശി മാറ്റത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കിട്ടുന്ന രാശിക്കാരും നക്ഷത്രക്കാരും ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം തന്നെ അവസാനം പരിഹാരം പറയുന്നുണ്ട്. പരിഹാരം ചെയ്യുമ്പോൾ ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. ഇനി നിങ്ങളുടെ ജാതകത്തിലുള്ള വ്യാഴം ശുഭസ്ഥാനത്താണ്, അതുപോലെ ബലവാനാണ് എങ്കിൽ, ഒപ്പം തന്നെ പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഫലവും ഭാഗ്യവും തന്നെയാണ് ഈ രാശിമാറ്റത്തിൽ കിട്ടുക. വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഗുണദോഷ സമ്മിശ്ര ഫലം കിട്ടുക. അതുകൊണ്ട് തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാനത്തെ 45 നാഴിക, രോഹിണി, മകീരം ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കാരുടെ വ്യാഴം 3-ാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രങ്കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ 12-ാം ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടംകാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ 8-ാം ഭാവം, അഷ്ടമ ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, മര, ചതയം, പുരോരുറ്റാതി, മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിന്റെ കൂടുതൽ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, അതുപോലെ വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ടൊക്കെ കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. വ്യാഴാഴ്ചകളിൽ നിങ്ങൾ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ വ്യാഴാഴ്ച വിഷ്ണു പ്രീതി വരുത്തുന്നത്, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട്, അതുപോലെ തന്നെ വ്യാഴാഴ്ച നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, പാൽപായസ വഴിപാട്, തുളസിമാല വഴിപാട് നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദോഷം മാറി പോസിറ്റീവ് ഫലവും ഭാഗ്യവും വർദ്ധിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.